ഞായറാഴ്ച ശിവരാത്രി ആയിരുന്നല്ലോ. അപ്പൊ അന്ന് നമ്മള് വീടിനടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിലാണ് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ശിവരാത്രി ആഘോഷം എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു ആഘോഷമാണ്. കാരണം ചുറ്റുമുള്ള 4 ശാഖകളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ഒന്നിച്ചു വന്നിട്ട് ജംഗ്ഷനിൽ വരും. എന്നിട്ട് അവരെല്ലാവരും ഒത്തുചേർന്ന് അവിടെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് അവിടുന്ന് പിന്നെ ഒന്നായിട്ട് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പോകും. അങ്ങനെയാണ്. അപ്പൊ ഈ 4 ക്ഷേത്രങ്ങളിലേയും കൂടെ ഒന്നിച്ചായതുകൊണ്ട് ഒരുപാട് ഘോഷയാത്രയാണെങ്കിലും വളരെ വലുതാണ്. അതുപോലെ ഇത് കാണാൻ വേണ്ടിയിട്ടും ഒത്തിരി ഭക്തജനത്തിരക്കായിരുന്നു. നമ്മള് നേരത്തെ പോയി തൊഴുതിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. താലപ്പൊലിയോട് കൂടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഘോഷയാത്രയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓരോ ക്ഷേത്രക്കാരും അവരവരുടേതായ രീതിയിലുള്ള കലാരൂപങ്ങളും കലകളും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, എല്ലാ കലാപരിപാടികളും അതുപോലെ തന്നെ കലാരൂപങ്ങളും ഒന്നിനൊന്നിനും മെച്ചാണ് കേട്ടോ. ഓരോരുത്തരും മത്സരബുദ്ധിയോട് കൂടിയിട്ടാണ് ഓരോ പരിപാടികളും നടത്തിയിട്ടുള്ളതെന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ഈ ഘോഷയാത്ര എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിലെത്തി അവിടുന്ന് പിന്നെ പ്രത്യേക പൂജകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലയുണ്ട് കേട്ടോ. അത് രാത്രി 12 മണിയാകും. അപ്പൊ നമ്മള് ഘോഷയാത്രയുടെ കൊട്ടിക്കലാശം വരെ നിന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.